അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പുതിയ തലമുറക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്ന പോലെ നന്നാവും. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒന്ന് വിശദീകരിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽ ഏറെ പ്രസിദ്ധനായ ഒരാളാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ. മുഹിയുദ്ദീൻ എന്നത് മഹാനവർഗയുടെ ഒറിജിനൽ പേരല്ല, അബ്ദുൽ ഖാദിർ എന്നാണ് ഒറിജിനൽ പേര്. മുഹിയുദ്ദീൻ എന്നത് സ്ഥാനപ്പേരാണ്. ദീനിനെ ഹയാത്താക്കിയ ആൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കാലഘട്ടത്തിലെ യുവാക്കൾക്കും മുഹിയുദ്ദീൻ ആവാം എന്നാണ് ഞാൻ പറയണത്. ദീനിന് ഓനെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിരിക്കണം. ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഇല്ലാത്ത കാര്യത്തെ ഉണ്ടാക്കാൻ കഴിയുക, ഇല്ലാത്തത് തന്നെ ദീനിലില്ലാത്തത് എന്ന അർത്ഥത്തിലല്ല, നിലവിൽ സമൂഹത്തിനിടയിൽ ഇല്ലാത്ത ഒരു നന്മയുള്ള കാര്യത്തെ ഇയാൾ കാരണമായി ഉണ്ടാക്കി തീർക്കാൻ കഴിയുക. അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇയാൾക്ക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് മുഹിയുദ്ദീൻ എന്ന സ്ഥാനപ്പേര് ആത്മീയ ലോകത്തുണ്ടായിരിക്കും എന്നതാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു എഴുതി വെച്ച തസവൂഫിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും സമൂഹത്തിൽ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചു എന്നതാണ് മഹാനവറുകൾ ഇത്രയും അറിയപ്പെട്ടതാകുന്നതിൻ്റെ വലിയൊരു പ്രത്യേകത. 90 വയസ്സ് വരെ മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട്. ആത്മീയ ലോകത്ത് പരിചയപ്പെടുത്തപ്പെടുന്നവരിൽ ദീർഘകാലം ജീവിച്ച ആൾ എന്ന് വേണമെങ്കിൽ മഹാനവറുകളെ കുറിച്ച് പറയാം. 25 കൊല്ലം നാട്ടിൽ പഠനം നടത്തി, 25 കൊല്ലം വിദേശത്ത് പഠിച്ചു, 50 വയസ്സ് വരെ പഠിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് ആരെങ്കിലും നടക്കുമോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കണം. എന്തുകൊണ്ട് വലുതായി എന്ന ചോദ്യത്തിന് ചില ഉത്തരങ്ങളാണത്. നമുക്ക് പെട്ടെന്ന് ഒരു കൊല്ലം കൊണ്ട് ഡിഗ്രി എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളിടത്താണ് നമ്മളുള്ളത്. 50 വർഷം പഠനം നടത്തി, പിന്നീട് 40 കൊല്ലം പ്രഭാഷണം നടത്തി, അങ്ങനെയാണ് 90 വയസ്സ്. ഇതിൽ നാട് വിടുന്നത് 25 വയസ്സാണ്. 25 വയസ്സിൽ നാട് വിട്ടതിന് ശേഷം 65 കൊല്ലം പഠനത്തോടും പ്രഭാഷണത്തോടും ഒപ്പം ബിസിനസ് ഉണ്ടായിരുന്നു. കച്ചവടമായിരുന്നു മഹാനവറുകളുടെ അടിസ്ഥാനപരമായ ബിസിനസ്. 3 നിലകളിൽ മഹാനവറുകൾ അറിയപ്പെടുന്നു. ഒന്ന്, ആത്മീയ ലോകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ്. അതോടൊപ്പം ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു കച്ചവടക്കാരനായിരുന്നു. ആ കാലഘട്ടത്തിൽ സ്വന്തമായി കപ്പലുണ്ടായിരുന്നു മഹാനവറുകൾക്ക്. നമ്മൾ മുമ്പ് എപ്പിസോഡിൽ എവിടെയോ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തത്, 4 അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ആർക്കും നന്നാവാം, അധ്വാനിക്കാൻ തയ്യാറായാൽ എന്നതാണ്. രാഷ്ട്രീയക്കാർക്കും നന്നാവാം, കച്ചവടക്കാർക്കും നന്നാവാം, കൂലിപ്പണിക്കാർക്കും നന്നാവാം, ആർക്കും വലിയാകാം, ആർക്കും മുഹിയുദ്ദീനാകാം എന്നതാണ് മഹാനവറുകൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം. അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതും. അതല്ലാതെ എപ്പോഴും ഒരു പച്ചപ്പട്ടും പൊതിച്ച് താടിയും വെച്ച് ആത്മീയത മാത്രം പറഞ്ഞ് നടക്കലല്ല, ജീവിതത്തിലെ നികുന്ന മേഖലകളിൽ ഇടപെടുക എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ, ഔലിയാക്കൾ എന്നൊക്കെ പറയുമ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു രൂപമുണ്ട്. ഒരിക്കലും മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ആ രൂപം ഫിറ്റായിരുന്നില്ല. അദ്ദേഹം ഒരു കച്ചവടക്കാരനും ഒരു രാഷ്ട്രീയക്കാരനും ഒക്കെ ആവുന്നതോടൊപ്പം ഔലിയാക്കളിൽ അദ്ദേഹത്തിന് മേലെ പോയ ഒരാളില്ല എന്നുള്ളതാണ്. ഈ ഉമ്മത്തിൽ അദ്ദേഹത്തിന് മേലെ പോയവരുണ്ട്, അതായത് ഔലിയാക്കളുടെ മുകളിലാണ് സഹാബത്തിന്റെ സ്ഥാനം. അതും കൂടി ചേർത്ത് മനസ്സിലാക്കണം. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ നാമം പറയുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ചേർത്ത് വയ്ക്കുന്ന ഒരു നാമമാണ് റിഫായി ഷെയ്ഖ് എന്ന് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ ഈ പാതയിൽ പിന്തുടരുന്ന ആളാണോ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എങ്ങനെയായിരുന്നു? റിഫായി ഷെയ്ഖിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ ഒറിജിനൽ പേര് അഹമ്മദ് എന്നാണ്. അഹമ്മദുൽ കബീർ അർ-റിഫായി എന്നാണ് മഹാനവറുകളെ വിളിക്കുന്നത്. ആഷിഖുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച ആഷിഖുകളിൽ വളരെ പ്രാധാന്യപൂർവ്വം അറിയപ്പെടുന്ന ഒരാളാണ് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ സ്വന്തമായി കൃഷിയും കാര്യങ്ങളും, അതുകൊണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലും എല്ലാം ഉണ്ടായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ മഹാനവറുകൾ മുൻപന്തിയിലായിരുന്നു. ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു രോഗിയുണ്ടെന്ന് കേട്ടാൽ ഭാണ്ഡമെടുത്ത് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് തോളിലിട്ട് അവിടെ പോയി ഒരു ദിവസമെങ്കിലും ആ രോഗിക്ക് ഖിദ്മത്തെടുത്തുകൊണ്ട് മടങ്ങി വരിക എന്നത് മഹാനവറുകളുടെ ഒരു ശീലമായിരുന്നു. ഒരു ദിവസം വീടിൻ്റെ മുമ്പിൽ നിന്ന് അല്പം മണ്ണെടുത്തിട്ട് അതിങ്ങനെ മുത്തി. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താ ഈ വീടിൻ്റെ മുമ്പിൽ നിന്ന് മണ്ണെടുത്ത് മുത്തുന്നത് എന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, ഞാൻ വീടിൻ്റെ മുന്നിൽ നിന്നുള്ള മണ്ണല്ല മുത്തിയത്. ഈ മണ്ണ്, ഇതിനൊരു കണക്ഷനുണ്ട്. ഈ മണ്ണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തെ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നു, അത് അതിൻ്റെ അപ്പുറത്തെ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നു, അത് അതിൻ്റെ അപ്പുറത്തെ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നു. അങ്ങനെ ഈ മണ്ണിൻ്റെ ഒരു തല മദീനയിൽ തട്ടി നിൽക്കുന്നു. മദീനയിൽ തട്ടി നിൽക്കുന്ന ആ തല എൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ തട്ടി നിൽക്കുന്നു.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ തട്ടി നിൽക്കുന്ന ഒരു മണ്ണിൻ്റെ ഒരു തലയാണ് ഞാൻ മുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇതാണ് ആഷിഖുകളിൽ പ്രധാനിയായിരുന്നു. ഇതൊരു കാഴ്ചപ്പാടാണ് ശരിക്കും. ആ കാഴ്ചപ്പാടുള്ളവർക്ക് അങ്ങനെ ഒക്കെ ചെയ്യാൻ കഴിയും. അവർ ചെയ്യുന്നത് ആ അർത്ഥത്തിൽ ശരിയുമായിരിക്കും എന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ ഇത്ര വശ്യമായി അവതരിപ്പിച്ച മറ്റൊരാളില്ല എന്നതാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ വലിയൊരു പ്രത്യേകത. ഇവരുടെയൊക്കെ ബാല്യകാലത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ അവരുടെയൊക്കെ ജീവിത രീതി ഒരുപക്ഷെ അവരുടെയൊക്കെ മാതാപിതാക്കളിലേക്കും ഇതിൻ്റെ ഇവർ ഇത്തരം ഒരു ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ഈ ആളുകൾക്കിടയിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു ശോഭയായി എത്താൻ അവരുടെ ജീവിത വഴികളും ഒരുപക്ഷെ കാരണമായിട്ടുണ്ടാകില്ലേ? തീർച്ചയായും ജീവിത വഴി വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. ഏതൊരു വിഷയവും പാരമ്പര്യത്തിലേക്ക് ചേർക്കപ്പെടുമ്പോഴാണ് പെട്ടെന്ന് വിജയം ഉണ്ടാവുക. അപ്പം ആലിമീങ്ങളുടെ പാരമ്പര്യത്തിൽ ആലിം വന്നാൽ അയാൾക്ക് വേഗം വിജയിക്കാൻ പറ്റും. കച്ചവടക്കാരുടെ പാരമ്പര്യത്തിലുള്ള കച്ചവടക്കാർക്ക് വേഗത്തിൽ വിജയിക്കാം. രാഷ്ട്രീയക്കാരുടെ പാരമ്പര്യത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് വേഗത്തിൽ വിജയിക്കാം. രാഷ്ട്രീയം എന്നൊക്കെ പറയുമ്പോൾ അത് വേഗം വിജയിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നമ്മളും ഇത് ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കോളേജിലൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിനാണ് മെന്ററിങ് എന്ന് പറയുന്നത്. ഓരോ കുട്ടിയെയും വിശദമായി പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ഇവൻ എന്താണ് വേഗത്തിൽ ആകാൻ കഴിയുക എന്നതിനെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് കിട്ടും. അതിനാണ് മെന്ററിങ് എന്ന് പറയുന്നത്. ശരിക്കും മെന്ററിങ് ഇന്ന് പഠനരംഗത്ത് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ പരാജയം. ഒരു കുട്ടിയെ എന്താണ് നമുക്ക് ആക്കാൻ കഴിയുക എന്നതിനെ കുറിച്ച് ഗുരുവിനൊരു ധാരണ ഉണ്ടായിരിക്കണം. കുട്ടിക്കൊരു പക്ഷേ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഗോൾ സെറ്റിംഗ് ഒക്കെ നടന്നവർക്ക് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. എന്നാൽ തന്നെ കറക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല. ഗുരുവിന് കിട്ടുന്ന അത്ര ധാരണ ശിഷ്യന് കിട്ടിക്കൊള്ളണം എന്നില്ല. എൻ്റെ ശിഷ്യൻ ആരാകും എന്നതിനെ കുറിച്ച് ഗുരുവിനുണ്ടായിരിക്കേണ്ട ധാരണയാണ് മെന്ററിങ് എന്ന് പറഞ്ഞത്. അതിന് പാരമ്പര്യം വളരെ പ്രധാനമാണ്. അപ്പൊ ഈ പറയപ്പെടുന്ന ആളുകളുടെയൊക്കെ പാരമ്പര്യം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയും ഉമ്മയും സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളായിരുന്നു. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പാനെ കുറിച്ചൊരു താരീഖ്, ഒരു കഥയുണ്ട്. ഒരു കഴിച്ചിട്ട് അത് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി സൗമായി എന്ന പേരായ തോട്ടമുടമയുടെ വീട്ടിൽ വർഷങ്ങളോളം കൂലിയില്ലാതെ ജോലി ചെയ്ത ഒരു കഥ. ഈ കഥ അറബി ഗ്രന്ഥങ്ങളിലൊന്നും കാണുന്നില്ല. അബു ഹനീഫ ഇമാമിന്റെ പിതാവിനെ കുറിച്ചാണ് ഇത് എന്ന അഭിപ്രായമുണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ പിതാവും മാതാവും അത്രയും സംശുദ്ധമായ, ഒരു ഹറാമായ അത്തിപ്പഴം പോലും വായയിലേക്ക് കടത്താത്ത സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പാക്ക് അബൂ സാലിഹിന് അബ്ദുല്ലാഹി സൗമായി മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ പറയുന്ന ഒരു വർത്താനുണ്ട്. എൻ്റെ മോൾക്ക് കൈയില്ല, കാരണം ഒരു ഹറാമായ വസ്തുവിനെ അവൾ തൊട്ടിട്ടില്ല. എൻ്റെ മോൾക്ക് കാലില്ല, ഈ കാലം വരെയും എൻ്റെ നോട്ടത്തിൽ ഹറാമിലേക്ക് നടന്നു പോയിട്ടില്ല. എൻ്റെ മോൾക്ക് കണ്ണില്ല, കാരണം എൻ്റെ മോള് ഹറാമായ ഒരു വസ്തുവിനെ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കെട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സംശുദ്ധമായ ജീവിതം മാതാപിതാക്കൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് കുട്ടികളെ ബാധിക്കുന്നുള്ള, കുട്ടികളുടെ നന്മക്ക് കാരണമാവുന്നുള്ളതിൽ ഒരു തർക്കമില്ല. സാധാരണ ഇപ്പോൾ പറയലുണ്ട്, ഉസ്താദ് ഞാനേതായാലും ഇങ്ങനെ ആയിപ്പോയി, കുട്ടികളെങ്കിലും ഒന്ന് നേരാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കൊണ്ടുവന്ന് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണത്. നമ്മൾ മാറ്റത്തിന് തീരുമാനിക്കണം, അപ്പോഴേ മക്കൾ മാറുള്ളൂ.